എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ശ്രുതി ശരത്തിനെതിരെയുള്ള കംപ്ലൈൻറ്റ് പിൻവലിച്ചതിൻ്റെ കാരണം എങ്ങനെയെങ്കിലും അറിയണമെന്ന് വിചാരിക്കുന്ന ശ്രുതി നേരെ ബാമയുടെ വീട്ടിൽ ചെല്ലുകയാണ്. ബാമയെ സോപ്പിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്ത് ബാമയിൽ നിന്ന് മനസ്സിലാക്കുന്നു ശരത്തിനെതിരെ ചന്ദ്രമതി പരാതി പിൻവലിക്കാനുള്ള കാരണം വക്കീൽ 2 ലക്ഷം രൂപ കൊടുത്തതാണെന്ന് അറിയുന്നു. അത് പറഞ്ഞിട്ട് ശ്രുതിക്ക് വിശ്വാസം വരാതിരിക്കുന്നത് കൊണ്ട് ബാമ ചന്ദ്ര പൈസ വെച്ചിരിക്കുന്ന സ്ഥലം വരെ കാണിച്ചു കൊടുക്കുകയാണ്. അതും കണ്ടുകൊണ്ടാണ് ശ്രുതി നേരെ ഷോപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ ആൻ്റണിക്ക് കൊടുക്കാനുള്ള പൈസ റെഡിയായെന്നുള്ള ധാരണയിലാണ് ശ്രുതി ഇരിക്കുന്നത്. ഇനി ആ പണം എങ്ങനെ അവിടുന്ന് കൈക്കലാക്കുമെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് കുറച്ച് സ്വീറ്റ്സും എല്ലാം വാങ്ങിച്ചുകൊണ്ട് നേരെ ബാമയുടെ വീട്ടിലോട്ട് ശ്രുതി വരുന്നത്. അവിടെ ചന്ദ്രമതിയുണ്ട്. അങ്ങനെ അവർക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഫുഡൊക്കെ കഴിപ്പിച്ചതിന് ശേഷം മുറിയിൽ പോയി പണമെല്ലാം എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ചന്ദ്രയും ശ്രുതിയും കൂടി നേരെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ രേവതി പുതിയ ബിസിനസ്സൊക്കെ ആരംഭിച്ചു. അതിനെ സംബന്ധിച്ച് മേക്കപ്പൊക്കെ ചെയ്ത് മോഡലായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മോഡലായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് സച്ചിയും രേവതിയും കൂടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. വർഷയാണ് അതിനെല്ലാം നേതൃത്വം നൽകുന്നത്. അപ്പോൾ അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് അതിൻ്റെ ആ ഒരു ഫോട്ടോ സെഷനൊക്കെ നടക്കുന്ന സമയത്താണ് ചന്ദ്ര അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ചന്ദ്ര കാണുന്ന സീന് ഒരു സ്ത്രീയുടെ സാരിയുടെ തുമ്പിൽ സച്ചി പിടിച്ചിരിക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ചന്ദ്ര അങ്ങ് ഷോക്കാവുകയാണ്. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ചന്ദ്ര ചോദിക്കും, നീ ആരുടെ സാരിയിലാണ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കും. അത് ഞങ്ങൾ പുതിയതായിട്ട് രേവതി ഒരു ഓൺലൈൻ ബിസിനസ് ആരംഭിച്ചു. അതിന് ഞങ്ങൾ ബോംബെ എന്നൊരു മോഡലിനെ കൊണ്ടുവന്നു. ആ മോഡലിൻ്റെ ഡ്രസ് സാരിയാണെന്ന് പറയുന്നത്. അല്ല, നിനക്ക് നാണമില്ലടാ കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ സാരി പിടിച്ചുകൊണ്ട് നിൽക്കാൻ. അല്ലെങ്കിൽ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അമ്മ, വിദ്യാഭ്യാസം ഇവനുണ്ടോ എന്നൊക്കെ ചോദിക്കും. വിദ്യാഭ്യാസം ഉള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ചോദിക്കും. അതെ, എനിക്ക് വിദ്യാഭ്യാസം കുറവ്, നിനക്ക് വിദ്യാഭ്യാസം കൂടുതലുകൊണ്ടാണല്ലോ നീ മുമ്പ് ലിവിങ് ടുഗദർ എന്ന പേര് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ താമസിച്ചെന്നൊക്കെ പറയും. അപ്പോൾ അത് നീലിമ എന്നുള്ള കാര്യം ശ്രുതിക്കും അറിയാമല്ലോ. അപ്പോഴത്തേക്ക് പിന്നെ ശ്രുതിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ചന്ദ്ര പിന്നെയും ദേഷ്യപ്പെടുകയാണ്. നോക്കുമ്പോൾ ആരാ അയ്യോ അമ്മേ ഇത് ഞാനാന്ന് പറയും. നോക്കുമ്പം നമ്മുടെ രേവതി മേക്കപ്പൊക്കെ ആയിട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്ന രംഗം കാണുന്നത്. രേവതിയെ കണ്ടതും പാർലറേട്ടത്തിൽ ഇങ്ങനെ നോക്കും. ഇവിടെ ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങാൻ അറിയാമോ എന്നൊക്കെ പറയും. ഞങ്ങളുടെ പുതിയ ബിസിനസ്സിന് വേണ്ടിയുള്ള കുറച്ച് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പം വർഷയും ശ്രീകാന്തും അങ്ങോട്ട് വരും. ആൻറ്റി, രേവതി ചേച്ചി പുതിയ ബിസിനസ്സൊക്കെ ആരംഭിച്ചു. ഓഡിറ്റോറിയങ്ങളിലൊക്കെ ഈ പൂക്കളൊക്കെ കൊണ്ട് ഡെക്കറേഷനൊക്കെ ചെയ്തതാ, കണ്ടില്ലേ ഈ ഇരിക്കുന്നതല്ലേ രേവതി ചേച്ചി ചെയ്തതാ, ഇതൊക്കെ അതിൻ്റെ ഡെമോയാന്ന് പറയും. അപ്പോഴത്തേക്ക് ചന്ദ്രയും അതിശയിച്ച് നിൽക്കുകയാണ്. ഇവൾക്ക് ഇത്രയും കഴിവുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയും അകത്തോട്ട് കയറും. പക്ഷേ ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് കാണുമ്പം രേവതി ഇനി വളർന്നു പോയാലെന്നുള്ള ഒരു കുശുമ്പ് ശ്രുതിക്കുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും അകത്ത് കയറി പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതിയോട് പറയും, രേവതി നിന്നോട് അമ്മയ്ക്കൊരല്പം സ്നേഹമുണ്ടെന്ന് തോന്നും. അല്ലെങ്കിൽ തന്നെ ഞാൻ സാരി പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മ അത്രയും ദേഷ്യപ്പെടുന്നത് കണ്ടു. അല്ലെങ്കിൽ അമ്മ പാവമല്ലേ സച്ചേട്ടാ എന്ന് പറയും. പാവ, ദിവസേന അമ്മയുടെ വായിൽ നിന്ന് വരുന്ന സുപ്രഭാതം കേട്ടില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരത്തില്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ അവരൊക്കെ സംസാരിച്ച് തീർന്നതിന് ശേഷമാണ് നമ്മുടെ ശ്രുതി ആൻ്റണി കൊടുക്കാനായിട്ട് ചന്ദ്രമതിയുടെ പണം മോഷ്ടിച്ച് കൈവച്ചേക്കുമായിരുന്നല്ലോ. അങ്ങനെ ആ പണം എടുത്തുകൊണ്ട് നേരെ ആൻ്റണിയുടെ ഗസ്റ്റ് ഹൗസിലോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് മീരയും ശ്രുതിയെയും കാണുന്ന ആൻ്റണി പറയും, ശ്രുതി നീ പൈസ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് ആ പൈസ എല്ലാം എടുത്ത് ആൻ്റണി കൊടുക്കുകയാണ്. ഇനി നീ അവനെക്കൊണ്ട് നിനക്കൊരു ടെൻഷനും ഉണ്ടാകത്തില്ല. അവനെ എത്രയും പെട്ടെന്ന് വലിയൊരു ഹോസ്പിറ്റലിലോട് അഡ്മിറ്റ് ചെയ്യണം. അവിടെ എൻ്റെ ഒരു പരിചയത്തിലുള്ളൊരു ഡോക്ടറുണ്ട്. അപ്പോൾ ആരോഗ്യ ചികിത്സയാണ്, ആരും അറിയത്തില്ല. അതിനുശേഷം നമുക്ക് മറ്റെങ്ങോട്ടെങ്കിലും അവനെ മാറ്റാമെന്ന് പറയും. ആൻ്റണി, നിന്നെ വിശ്വസിച്ചാണ് ഞാൻ നിനക്ക് പണം തരുന്നത്. ഇനി അവനെക്കുള്ള ശല്യം എനിക്ക് ഉണ്ടാവരുതെന്ന് പറയും. അതുണ്ടാവത്തില്ല, പക്ഷേ അവൻ നിരന്തരം നിന്നെ ശല്യം ചെയ്യുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണത്തില്ലേ ശ്രുതി? നിന്നെക്കുറിച്ച് എന്തോ ഒരു സീക്രട്ട് അവനറിയാം. അതറിയാവുന്നതുകൊണ്ടല്ലേ നിന്നെ അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഉടനെ മീര പറയും, അതെന്തെങ്കിലും ആവട്ടെ, അത് ആൻ്റണി അറിയേണ്ട കാര്യമില്ലല്ലോ. എനിക്കത് അറിയേണ്ട കാര്യമില്ല, പക്ഷേ എന്തൊരു സീക്രട്ട് ഉണ്ട്, അതുകൊണ്ടാണ് അവൻ നിന്നെ ശല്യം ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയും. ശരി, ഇനി പൈസയൊന്നും എൻ്റെ ചോദിക്കരുത്, ഈ കാശ് തന്നെ ഞാൻ ഒപ്പിക്കാൻ പെട്ടപ്പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ ആൻ്റണിക്ക് പൈസയും കൊടുത്തിട്ട് ശ്രുതിയും മീരയും കൂടി അങ്ങ് വീട്ടിലോട്ട് മടങ്ങുകയാണ്. അപ്പോഴത്തേക്ക് നവീൻ ദാസ് അങ്ങോട്ട് വരും. നവീനെ കാണുന്നതും ആൻ്റണി പറയും, കണ്ടില്ലേ നീ എത്ര തവണ അവളുടെ കാശ് വിളിച്ച് ചോദിച്ചു, ഇപ്പോൾ കണ്ടില്ലേ 1 or 2 തവണത്തെ ഫോൺ കോൾ കൊണ്ട് അവൾ കാശ് ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ടു തന്നത്. ഉടനെ പറയും, ബോസേ നിങ്ങളാൾ സൂപ്പറാണെന്ന് പറയും. അതാണ് എനിക്കറിയാം അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ പൈസ മുതലാക്കണമെന്ന്. അപ്പോൾ എങ്ങനെയാ, നമുക്കിത് ഷെയർ ഇട്ട് 50-50 എടുക്കാമല്ലോ. ഞാൻ നിനക്ക് 50,000 രൂപ തരാം.
അപ്പോൾ ചോദിക്കും 50,000. അതെ, നിനക്കതിൻ്റെ കാര്യമില്ലേ ഉള്ളൂ, നിങ്ങളെൻ്റെ ശരീരം മൊത്തം ഇടിച്ച് അവസ്ഥയിലാക്കിയില്ലേ ബോസേ. അത് നീ അവളെക്കുറിച്ചുള്ള സത്യങ്ങൾ മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞതെങ്കിൽ സംഭവിക്കുമായിരുന്നു. നീ ഒന്നും പറയാതിരുന്നുകൊണ്ടല്ലേ നിനക്ക് ഇത്രയും തല്ലി മേടിച്ച് കൂട്ടിയെന്ന് പറയും. ശരി, എന്തായാലും ഞാൻ നിനക്ക് നേർപകുതി തരാം. സാധാരണ ഞാൻ ആർക്കും അങ്ങനെ ഈക്വൽ ഷെയർ കൊടുക്കുന്നതല്ല. എന്നാലും നിന്നെ ഞാൻ ഇവിടെ തല്ലിയതൊക്കെ ഇല്ലേ, നീ കാരണം എനിക്കിപ്പോൾ 1,00,000 രൂപ കിട്ടിയത്. അതുകൊണ്ട് നിനക്ക് 1,00,000 രൂപ ഇപ്പം തരുക, ഇനി പ്രതീക്ഷിക്കേണ്ട. ശരി, നീ ഒരു 2-3 മാസത്തേക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണം, ഒരു സുഖചികിത്സനായിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ ഇത് കൊള്ളാവല്ലോ ബോസേ, നിങ്ങൾ തന്നെ തല്ലുന്നു, നിങ്ങൾ തന്നെ സുഖചികിത്സയ്ക്കുള്ള കാശ് തരുന്നു. അപ്പോൾ ശരി, ഇനി 3-4 മാസത്തിന് ശേഷം നമുക്ക് അവളെ നിന്ന് പൈസ മേടിക്കാമെന്ന് പറയും. അങ്ങനെ നവീൻ ദാസിനെ ആൻ്റണി അങ്ങ് ഒഴിവാക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയും കൂടി ഇങ്ങനെ ഷോപ്പിലിരിക്കുകയാണ്. ഷോപ്പിലിരിക്കുന്ന സമയത്ത് ഡീലർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേര് സബ് ഡീലേഴ്സിന് വേണ്ടി നമ്മുടെ ശ്രുതിയെ സമീപിച്ചിരുന്നല്ലോ. ആ സമയത്ത് തന്നെ കുറച്ച് പേരിങ്ങനെ മെയിലൊക്കെ വരുന്നുണ്ട്. അപ്പം ശ്രുതി അടുത്ത് പറയുന്നുണ്ട് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയെന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ശ്രുതി എന്നൊക്കെ പറയും. ആ സമയത്താണ് നമ്മുടെ അഭിലാഷ് സാറിൻ്റെ കോൾ വരുന്നത്. അങ്ങനെ അഭിലാഷ് സാർ വിളിക്കും, എങ്ങനെയുണ്ട് ശ്രുതി ബിസിനസ്സൊക്കെ? സാർ നന്നായി പോകുന്നുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറയും. നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് സെയിൽ ചെയ്യണം, പിന്നെ നമുക്ക് നല്ലൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യണമെന്നൊക്കെ പറയും. പ്രൊമോഷൻ വീഡിയോ, അതെ, അപ്പോൾ അതിനുവേണ്ടി നല്ല മോഡൽസിനെ കൊണ്ടുവരണ്ടേ സാർ? മോഡൽസിനെ സാർ ഇവിടുന്ന് ബോംബെയിൽ നിന്നൊക്കെയാണ് നല്ല മോഡൽസിനെ കൊണ്ടുവരുന്നതൊക്കെ ശ്രുതി ചോദിക്കും. മോഡലൊന്നും വേണ്ട ശ്രുതി, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൻ്റെ ഓണേഴ്സ് തന്നെയാണ് ഇപ്പം എല്ലാ ആഡിലും അഭിനയിക്കുന്നതെന്ന് പറയും. ഓണേഴ്സ് അഭിനയിക്കുകയാണ്? അതെ, അത് നിങ്ങളുടെ കരിയറിന് അതൊരു നല്ല തുടക്കമായിരിക്കുമെന്ന് പറയും. സാർ ഞങ്ങൾക്ക് അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല, അതിപ്പം അതത്ര കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ഷോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കുന്നതല്ലേ ഉള്ളൂ, അത് അഭിനയമായിട്ട് കണക്കാക്കണ്ട, നിങ്ങൾക്ക് നാച്ചുറലായിട്ട് എന്തോ നിങ്ങൾക്ക് പറയാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പറയും. പക്ഷേ ഇതിൽ നിങ്ങൾ മാത്രം അഭിനയിച്ചാൽ പോരാ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ അഭിനയിക്കണമെന്ന് പറയും. ഫാമിലി മെമ്പേഴ്സോ? അതെ, ശ്രുതിയുടെ അനിയന്മാരും അച്ഛനും അമ്മയൊക്കെ. അച്ഛനും അമ്മ അഭിനയിക്കണം? അതെ, അവർക്ക് കുറച്ച് പ്രായമുള്ളില്ലേ സാർ? അതെ, നമ്മൾ ഈ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ നമ്മൾ ആരുടെയും പ്രായം ഏജ് നോക്കുന്നതേ ഇല്ല, എല്ലാവരും ഈക്വലായിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ നോക്കുന്നതെന്ന് പറയും. അപ്പോഴത്തേരെ സാറേ അത് ചോദിച്ചിട്ടേ പറയാൻ പറ്റും, മതി, അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കണം, ഇതൊക്കെ നിങ്ങളുടെ ഒരു നല്ല ബിസിനസ്സിൻ്റെ തുടക്കമാവട്ടെ എന്ന് പറയും. അത് ഞാനും ശ്രുതിയും ഓക്കെയാണ്, പിന്നെ എൻ്റെ അനിയൻ ശ്രീകാന്തും പക്ഷേ ഓക്കെയാണ്. പക്ഷേ ശ്രുതിയും മറ്റേ സച്ചിയുടെ കാര്യം അത്ര അറിയത്തില്ല. സച്ചി വേണം, മെയിനായിട്ട് സച്ചിയും രേവതിയും വേണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് അഭിനയിക്കണ്ട, നിങ്ങൾക്ക് ഒരാൾക്ക് അഭിനയിക്കുന്നതിന് ഒരു ടീമിന് ഞാൻ 25,000 രൂപ വെച്ച് തരാമെന്ന് പറയും. 25,000 രൂപ? അതെ, പിന്നെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് തന്നെ നമ്മുടെ ബോംബെയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ വീട്ടിൽ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണം. ഞാൻ കേരളത്തിൽ ശ്രുതിക്ക് മാത്രമാണ് ഈ ഒരു ഡീലർഷിപ്പ് തന്നിട്ടുള്ളത്, അപ്പോൾ അത് എത്രത്തോളം നന്നാക്കാൻ പറ്റുമെന്നുള്ളത് ശ്രുതിയുടെ പെർഫോമൻസ് കണക്കിരിക്കുമെന്നൊക്കെ പറയും. ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് സംസാരിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി അഭിലാഷ് സാർ പറഞ്ഞത് കേട്ടായിരുന്നു? എന്താ പറഞ്ഞത്? നമ്മളെല്ലാവരും നമ്മുടെ ഷോപ്പിന് വേണ്ടി നല്ലൊരു ആഡ് ചെയ്യണമെന്നാണ് പറയുന്നത്, നല്ലൊരു പ്രൊമോഷൻ വീഡിയോ ആണ്, അതിൽ വീട്ടിലെല്ലാവരും ഉൾപ്പെടുത്തി അഭിനയിപ്പിക്കണം. പക്ഷേ അങ്ങനെ അഭിനയിച്ച് കഴിഞ്ഞാൽ ഒരു ടീമിന് 25,000 രൂപ വെച്ച് തരുന്ന സാറ് പറയുന്നത്. 25,000 രൂപ? വെറുതെ അഭിനയിക്കേണ്ടെന്ന്. അപ്പോൾ നമ്മൾക്കെല്ലാം പറഞ്ഞു തരാനായിട്ടൊരു ടീം തന്നെ ബോംബെയിൽ നിന്ന് വരുന്നുണ്ടെന്നൊക്കെ. അതിപ്പോൾ നമ്മൾ വീട്ടിൽ പറയണ്ടായെന്ന് പറയും. 25,000 രൂപ കൊടുക്കുന്നില്ലേ, അതുകൊണ്ട് അവർ എന്തായാലും സമ്മതിക്കുമെന്ന് പറയും. 25,000 രൂപ കൊടുക്കാൻ ആർക്ക്? ഇപ്പോൾ ശ്രുതിയല്ലേ പറഞ്ഞത് ഒരു ടീമിന് 25,000 രൂപ വെച്ച് കൊടുക്കാമെന്ന്. എൻ്റെ ശ്രുതി, ഇപ്പം തന്നെ ഈ പാർട്ടി നടത്തിയതിന് എത്ര ലക്ഷം രൂപയായി, പിന്നെ കുറച്ച് പൈസ നമ്മുടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തുണ്ടായോ, വെറുതെ എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത്? അപ്പോൾ പൈസ കൊടുക്കാതാണ് അഭിനയിപ്പിക്കുന്നത്. അപ്പോൾ നാളെ അവരത് അറിഞ്ഞാലോ? അവരത് അറിയാനൊന്നും പോകുന്നില്ല. നമുക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരുന്ന രീതിയിൽ പറഞ്ഞാൽ മതി, പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് പറയും. അങ്ങനെ വീട്ടിൽ വന്ന് ശ്രുതിയും കൂടി ഈ കാര്യം പറയുന്നുണ്ട്. ഷോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു ടെലിഫിലിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഉടനെ വരും, ബോംബെയിൽ നിന്ന് അതിനുള്ള ടീമൊക്കെ വരുമെന്ന് പറയും. അപ്പോൾ വർഷ പറയും, ചേച്ചി ബോംബെയിൽ നിന്നൊക്കെ നല്ല മോഡൽസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പറയണേ, നല്ല ഷൂട്ടിങ്ങൊക്കെ കാണാമെന്ന് പറയും, മോഡൽസിനെ കാണാമെന്ന് പറയും. അതിന് ബോംബെയിൽ നിന്നുള്ള മോഡൽസൊന്നും അല്ല വർഷ വരുന്നത്, നമ്മൾ തന്നെ അഭിനയിക്കുന്നതെന്ന് പറയും. നമ്മളോ? അതെ, മുമ്പ് അഭിലാഷ് സാർ വന്നപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലായിരുന്നു, അതുപോലെ ഇപ്പം ഞങ്ങളുടെ ഷോപ്പിന് വേണ്ടി നിങ്ങൾ ഒന്ന് അഭിനയിക്കണമെന്ന് പറയും. അപ്പോൾ വർഷ പറയും, അതിപ്പോൾ അഭിനയിക്കാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നീ നല്ലോണം ഡബ് ചെയ്യുന്നില്ലേ, അപ്പം നിനക്ക് നല്ല അഭിനയിക്കാനും കഴിയുമല്ലോ. അത് ശരിയാണ്, ഞാൻ ഡബ്ബിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന്, അതാകുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വോയിസ് തന്നെ കുടിക്കുകയും ചെയ്യാമല്ലോ. അത് ശരിയാണ് എന്ന് ശ്രുതി പറയും. അപ്പോഴത്തേക്ക് ചന്ദ്രമതി പറയും, വല്ല ഡാൻസ് എങ്ങനെ ആണെങ്കിൽ ഞാൻ നോക്കാമായിരുന്നു, പക്ഷേ അഭിനയം, അയ്യോ ആൻറ്റി
അഭിനയിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടല്ലേ ആൻറ്റിക്ക് നവരസങ്ങളൊക്കെ ആൻറ്റിയുടെ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. ആൻറ്റിക്ക് കഴിയും. അപ്പോഴത്തേക്ക് ചന്ദ്രമതി കുറച്ചുകൂടെ അങ്ങ് സന്തോഷമാവും. അപ്പോഴത്തേക്ക് രവി പറയും, നിങ്ങളൊക്കെ അഭിനയിച്ചോ, എനിക്കൊന്നും അഭിനയിക്കാൻ വയ്യെന്ന് പറയും. അച്ഛാ അങ്ങനെ പറയില്ല. എടാ നിങ്ങളെ കണക്കുള്ള പ്രായമാണോ എനിക്ക് എന്ത് പ്രായമുണ്ടെന്ന് കരുതി, എനിക്കൊന്നും വയ്യ എന്താ പറയുക. അയ്യോ അച്ഛാ, ഇത് എല്ലാ പ്രായക്കാർക്കും കൂടി ചേർത്താണ് നമ്മൾ അഭിനയിക്കുന്നത്. അച്ഛൻ വലുതായിട്ടൊന്നും പെർഫോം ചെയ്യേണ്ട, ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. അഭിലാഷ് സാർ നമ്മൾ വാക്ക് കൊടുത്തതെന്നൊക്കെ പറയും. ഉടനെ രേവതി പറയും, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല ശ്രുതി, അതുകൊണ്ട് നീ എന്നെ ഒഴിവാക്കണമെന്ന് പറയും. അയ്യോ രേവതി, നീ അങ്ങനെ പറയരുത്. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ മാത്രം മാറുമ്പോൾ അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കും. ഉടനെ ചന്ദ്രമതി പറയും, നിനക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ആര് പറഞ്ഞു നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന്? നീ എന്നും ഇവിടെ അഭിനയിക്കല്ലേ എന്ന് പറയും. ആ അത് ശരിയാ, ഇവിടെ ഏറ്റവും നല്ല അഭിനയത്തിനുള്ള അവാർഡ് കൊടുക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് തന്നെ. അച്ഛമ്മ നാട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ എന്തൊരു അഭിനയമാണ് കാഴ്ചവെക്കുന്നത് എന്ന് പറയും. അപ്പോഴത്തേക്ക് രവി ഒന്നും മിണ്ടത്തില്ല. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പക്ഷേ അങ്ങ് ചിരി തുടങ്ങും. അച്ഛയ്ക്ക് പിന്നെ ഞാനങ്ങ് അഭിനയിക്കുമല്ലേ, അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ത് മര്യാദയ്ക്ക് അമ്മ അച്ഛനോട് സംസാരിക്കാൻ പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. അതെന്താടാ, അച്ഛൻ വരാത്തപ്പോൾ ഞാൻ നിന്നോട് മര്യാദയില്ലാതാണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറയും. അത് അച്ഛൻ പറയട്ടെ. ആന്നോ രവി ഏട്ടാ? അപ്പോഴത്തേക്ക് രവി ഒന്നും മിണ്ടത്തില്ല. ഉടനെ സച്ചി പറയും, ഇവരൊക്കെ അഭിനയിക്കുമായിരിക്കും, പക്ഷേ ഞാൻ അഭിനയിക്കും നീ കരുതണ്ട. എന്തുവാടാ സച്ചി, നീ അന്ന് അഭിനയിക്കാമെന്ന് പറഞ്ഞല്ലോ. എടാ അന്നത്തെ കണക്കാണ് ഇന്ന്. എനിക്ക് ട്രിപ്പ് മുടക്കി ഇതിൻ്റെ ഒന്നും പുറമെ നടക്കാൻ പറ്റത്തില്ല. ഒരു ട്രിപ്പ് ഒരു ദിവസം പോയില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കത്തില്ല. അത് ചോദിക്കും. അവരെ അമ്മ ഒന്ന് പറയാമേ എന്നൊക്കെ സച്ചിയോട് പറയാൻ ചന്ദ്രയോട് പറയും. ചന്ദ്ര പറയും, ഞാൻ പറഞ്ഞ അവൻ കേൾക്കത്തില്ല സുധി എന്ന് പറയും. എങ്കിൽ അച്ഛനൊന്ന് പറ എന്ന് പറയും. രേവതി പറയും, ശരിയാ അമ്മേ, ഞങ്ങൾക്കൊരു ദിവസം പോയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എനിക്ക് ഒരുപാട് സ്ഥലത്ത് പൂ കൊടുക്കാനുണ്ട്. പിന്നെ നീ പൂ കൊടുത്തില്ലെന്ന് കരുതി പിറ്റേ ദിവസമുള്ള ചെടികളിൽ പൂവൊന്നും വിരിയാതിരിക്കുക എന്ന് പറയും. അച്ഛനും പ്ലീസ് അമ്മേ, പ്ലീസ് അച്ഛാ ഒന്ന് പറയച്ചാ എന്നൊക്കെ നമ്മുടെ സുധി പിന്നെ ഞങ്ങൾ നിർബന്ധിക്കുകയാണ്. അപ്പോൾ സച്ചിൻ പറയും, ശരി ഞങ്ങൾ അഭിനയിക്കാം, പക്ഷേ ഞങ്ങൾക്കൊരു ദിവസം നീ എത്ര ഉറച്ച് തരുമെന്ന് ചോദിക്കും. പൈസ തരാനോ? ആ ഞങ്ങളൊരു ദിവസത്തെ ജോലിയും മുടക്കി ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് അതിന് പ്രതിഫലം കിട്ടണ്ടേന്ന് ചോദിക്കും. എന്നിട്ട് ചോദിക്കും, അത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമല്ലേ, അതോ ഞങ്ങളുടെ ജോലിയും മുടക്കി ഞങ്ങൾ നിങ്ങൾക്ക് സഹായം ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല പ്രതിഫലം ഞങ്ങൾക്ക് തരണമെന്ന് പറയും. ഉടനെ അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഒരുവിധം എല്ലാവരെയും കൊണ്ട് സമ്മതിപ്പിച്ച് എല്ലാവരും കൂടി ചേർന്ന് ഷൂട്ടിങ്ങിന് പോവുകയാണ്. ആ സമയത്ത് ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ആ ഷൂട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടർ പറയും, ആൾക്കൊന്നിന് 25,000 രൂപ വെച്ച് കൊടുക്കാമെന്ന് അഭിലാഷ് സാറ് പറഞ്ഞെന്നുള്ള സത്യം അവിടെ വെച്ചാണ് എല്ലാവരും അറിയുന്നത്. അത് കേൾക്കുന്ന സച്ചി സുധി എടുത്തിട്ടങ്ങ് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.